അതെ, എങ്ങോട്ടാ? മസനഗുഡി വഴി ഊട്ടിക്ക്. ചേച്ചി പിന്നെയും ഈ നാട്ടുകാർ മൊത്തം മസനഗുഡി വഴി ഊട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. നമ്മളൊന്ന് മാറ്റിപ്പിടിക്കും മിസ്സേ. പിന്നെ എങ്ങടാ പോവാ? നമുക്കേ ബണിഹാൽ ചുരം വഴി കാശ്മീർക്ക് പോയാലോ? അത് കൊള്ളാം, കാശ്മീർ. സാറേ, ഈ കാശ്മീരിൽ മഞ്ഞല്ലാതെ എന്താ കാണാനുള്ളേ? എന്റെ മിസ്സേ, കാശ്മീർ അല്ലേ കാണണ്ടേ? കാശ്മീർ അറിയപ്പെടുന്നത് തന്നെ സഞ്ചാരികളുടെ പർദീസാന്നാണ്. പിന്നെ ഈ കാശ്മീരെ ഈ താഴ്വര 2 പർവ്വതങ്ങളുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഹിമാദ്രിക്കും അതുപോലെ പിർപ്പഞ്ചാലിനും. ഈ ഹിമാദ്രി മഞ്ഞു മൂടി കിടക്കും, ഹിമാദ്രി അല്ലേ, പിന്നെ പിർപ്പഞ്ചാലും. അതിമനോഹരമായിട്ടുള്ളൊരു താഴ്വര ഇത്. ഇപ്പോൾ ഒരു ട്രാവലർ ആവണമെങ്കിൽ ആദ്യം പോകേണ്ട സ്ഥലമാണ് കാശ്മീർ. സാറേ, ഈ താഴ്വര ആകുമ്പം അവിടെ ഒരു നദി കാണേണ്ടതല്ലേ? ഉണ്ടല്ലോ, ജലം നദി. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം നദി. ഇങ്ങനെ വെറുതെ ഒഴുകി പോവല്ല കേട്ടോ ചെയ്യുന്നത്, വലിയൊരു തടാകം ഉണ്ടാക്കിക്കൊണ്ടാണ് ജലം നദി ഒഴുകുന്നത്. ശരിക്കും? പിന്നല്ലാതെ. ഏത് തടാകം? ബുലാർ തടാകം. അതല്ലേ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? അതന്നെ. കാശ്മീര് പോയിരിക്കേണ്ട കണ്ടിരിക്കേണ്ട മറ്റൊരു തടാകം ഉണ്ടല്ലോ, അതിന്റെ പേരെന്റെ ദാൽ തടാകം. ഈ കാശ്മീർ താഴ്വരയിലെ ശ്രീനഗറിലാണ് നമ്മുടെ ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയുള്ള തടാകം, ഒരു രക്ഷയില്ല. ഈ കാശ്മീർ കിരീടത്തിലെ വജ്രം, രത്നം എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. കാശ്മീർ ഓൾറെഡി ഭംഗിയല്ലേ, അതിനൊന്നുകൂടി അങ്ങോട്ട് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഈ ദാൽ തടാകമാണ്. അത് തന്നെ. പോരാത്തിന് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാലേ ഷിക്കാരയിൽ കയറിയിട്ട് വേണം തിരിച്ചു വരാൻ. മനസ്സിലായോ? എനിക്ക് സാറിന് അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? അവിടെ ഉണ്ടല്ലോ, ഈ ഷിക്കാര ബോട്ടിൽ പോയാല് അവിടെ എന്ത് കിട്ടും? നമുക്ക് വൈഫൈ കൂടെ കിട്ടും, ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കുമല്ലേ ഷിക്കാരയിൽ? അയ്യോ ശരിക്കും, നമ്മുടെ ലോകത്തിലേക്ക് വെച്ച് തന്നെ ആദ്യമായിട്ട് ഫ്രീ വൈഫൈ കണക്ടിവിറ്റി ലഭിച്ചത് തന്നെ ഈ തടാകത്തിലാണ്. സ്റ്റാറ്റസ് ഒക്കെ ഇടാലോ. മാത്രമല്ല, സാർ പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടുണ്ടോ? പോസ്റ്റ് ഓഫീസ് ആരാ കാണാത്തത്? അങ്ങനത്തെ പോസ്റ്റ് ഓഫീസ് അല്ല, ലോകത്തിലേക്ക്, അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് വെച്ച് തന്നെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടതും ഈ ദാൽ തടാകത്തിലാണ്. അതെ, കാശ്മീർ പോയി കഴിഞ്ഞാലേ നിർബന്ധമായിട്ടൊരു സാധനം കഴിക്കണം. അതെന്താ? ആപ്പിള്. ഈ ആപ്പിളും കുങ്കുമപ്പൂവും ഒക്കെ നന്നായിട്ട് വളരുന്ന സ്ഥലമാണ് കാശ്മീർ. കുങ്കുമപ്പൂവ്, സാഫ്രോൺ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാശ്മീരിൽ നിന്നാണ്. ആപ്പിളിൻ്റെ തന്നെ ടേസ്റ്റൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിൽ കാണുന്ന മണ്ണ് കരേവ എന്നാണ് ഈ മണ്ണിന്റെ പേര്, കരേവ. അപ്പൊ ഈ കരേവയിൽ നന്നായിട്ട് ഈ പറഞ്ഞ ആപ്പിളും അതുപോലെ ഗ്രേപ്സും സാഫ്രോൺ ഒക്കെ നന്നായിട്ട് വളരും. സാഫ്രോൺ, കുങ്കുമപ്പൂവൊക്കെ നന്നായിട്ട് വളരും. സാർ എപ്പോഴാ കാശ്മീർ പോയത്? ഞാൻ പോയിട്ടില്ല, പക്ഷെ എന്തായാലും ഒന്ന് കാശ്മീർ പോകണം.